ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമലാമ്മ ഉറങ്ങാണ് കേട്ടോ. രാവിലെ കുറേ സമയമായിട്ടും കമലാമ്മ എണീറ്റിട്ടുണ്ടല്ലോ. അപ്പോൾ മാഷ് പറയും, നീ ഉറങ്ങിക്കോ, അല്ലെങ്കിലും ഇപ്പം നേരത്തെ എണീറ്റിട്ട് എന്തിനാ, അല്ലെങ്കിലും എല്ലാ ദിവസവും രാത്രി ഇങ്ങനെ കരഞ്ഞുകൊണ്ടല്ലേ നിനക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. ഇന്നലെ രാത്രി നീ കരഞ്ഞുറങ്ങിയത് കൊണ്ട് തന്നെ ശ്വാസം കിട്ടാതായത് നിനക്ക് ഓർമ്മയില്ല. കമലാമ്മയാണെങ്കിലോ മാഷ് പറയുന്നൊന്നും കേൾക്കുന്നില്ല. മാഷ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് മാഷ് ചോദിക്കും, നീ ഇന്നലെ ചോദിച്ചില്ലേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. നീ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാനെന്തിനാ ജീവിക്കുന്നത്? അല്ലെങ്കിൽ ഈ ലോകത്ത് ഭാര്യമാർ മരിച്ചു കഴിഞ്ഞ് പിന്നെ ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കാൻ പാടില്ല. ആദ്യം ഭർത്താക്കന്മാർ മരിക്കണം. ഭർത്താക്കന്മാർ മരിച്ചു കഴിഞ്ഞിട്ട് ഭാര്യമാർ ഭരിക്കാവൂ. അതിന് വല്ല പ്രാർത്ഥനയോ വഴിപാടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നീ എനിക്കൊന്ന് പറഞ്ഞതാ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് പറയും, നീ ഇതൊക്കെ കേട്ടുകൊണ്ട് കിടക്കുകയാണെന്നറിയാം, എന്തായാലും ഞാൻ ഒരു കാപ്പി ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞ് മാഷ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ മുഖവും കൈയും കാലൊക്കെ കഴുകിയതിന് ശേഷം മാഷ് കാപ്പി ഇടും. മാഷ് കാപ്പി ഇട്ട് അകത്തേക്ക് വരുന്ന സമയത്ത് കമലാമ്മയെ അവിടെ കാണാനുണ്ടാവില്ല. അങ്ങനെ അകത്തുനിന്ന് ഒരു ഒച്ച കേൾക്കുന്ന സമയത്ത് മാഷ് ഓടിച്ചെന്ന് നോക്കുമ്പോൾ കമലാമ്മ ഇങ്ങനെ ഫിറ്റ്സ് വന്നിട്ട് ആകെ പെടുകയാണ്. അങ്ങനെ മാഷ് കമല കമല എന്ന് വിളിച്ച് മാഷിന് എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഭാഗങ്ങളാണ് കാണിക്കുന്നത്. അവിടേക്ക് പിന്നെ വിശ്വനും ശ്രീജയും കടന്നു വരുന്നുണ്ട്. വിശ്വ മാഷെടുത്ത് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. പക്ഷേ മാഷാണെങ്കിലും ഒന്നും കേൾക്കുന്നില്ല. അങ്ങനെ 2-3 തവണ മാഷ ഇങ്ങനെ അച്ചാച്ചാന്ന് വിളിക്കുന്ന സമയത്താണ് വിശ്വം വന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത്. അങ്ങനെ വിശ്വാന്നും പറഞ്ഞിട്ട് വിശ്വത്തിൻ്റെ തോളിൽ കിടന്ന് പൊട്ടിക്കരയാണ് കേട്ടോ മാഷ്. അങ്ങനെ വിശ്വം പിന്നീട് അച്ഛനൊരു ചായ വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ചായ വാങ്ങിച്ച് വരുന്ന സമയത്ത് ശ്രീജ ഇങ്ങനെ മരുന്ന് വാങ്ങിക്കാനായിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പം വിശ്വം ചോദിക്കും, നീ എവിടേക്ക് പോവുക? ഞാനിതേ ഈ മരുന്നൊക്കെ വാങ്ങിക്കാൻ പോവുക, ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ ഷീറ്റ് വാങ്ങി. ശ്രീജ ചോദിക്കും, അല്ല വിനായകനെ അറിയിക്കണ്ടേ? അച്ഛനെന്താ പറഞ്ഞേ? ഈ സമയത്ത് അച്ഛൻ്റെ സമ്മതമൊക്കെ ചോദിക്കണോ? ഈ സമയത്തൊന്ന് അറിയിക്കണ്ടേ? ആ ശരി, ഞാൻ വിളിച്ച് പറയാം. നീ എന്തായാലും ഈ ചായ കൊണ്ടുപോയി അച്ഛന് കൊടുക്ക്, അച്ഛനൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ശ്രീജ ചോദിക്കും, എന്നാലും ഈ സമയത്ത് എന്തായിരിക്കും അമ്മയ്ക്ക് ഇങ്ങനെ ഫിറ്റ്സ് വരാൻ കാരണം? അതിന് ആവശ്യത്തിന് ടെൻഷൻ ഞങ്ങൾ മക്കൾ തന്നെ കൊടുക്കുന്നുണ്ടല്ലോ, നീ എന്തായാലും പൊയ്ക്കോ എന്ന് പറയുകയാണേ. പിന്നീട് മാഷ് കമലാമ്മയെ കയറി കാണുകയാണ്. കമലാമ്മ ICUവിലാണ്. അങ്ങനെ മാഷ് ഇങ്ങനെ കമലാമ്മയെ ഇങ്ങനെ സങ്കടത്തോടു കൂടി കമലാമ്മയുടെ കൈ പിടിച്ച് ഇങ്ങനെ ഒന്നും മിണ്ടാനാവാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരം കമലാമ്മ ചെറുതായിട്ട് കണ്ണ് തുറന്ന് മാഷെ ഇങ്ങനെ നോക്കി ചെറിയൊരു പുഞ്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് വിനായകനും നന്ദിനിയും കൂടെ വരികയാണ്. ഓട്ടോയിൽ വന്ന് ഇറങ്ങി വിനായകൻ വേഗം ഹോസ്പിറ്റലിലേക്ക് കയറി പോകുമ്പോൾ നന്ദിനി ചോദിക്കും, അവിടെ നിൽക്ക്, നിങ്ങൾ എങ്ങോട്ടാണ് ഇത്ര തിടുക്കത്തിൽ പോകുന്നത്? ഞാൻ ഹോസ്പിറ്റലിലേക്ക്. അതല്ല ചോദിച്ചേ, എന്തിനാണ് ഇത്ര തിടുക്കെന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളല്ലല്ലോ ആദ്യം അറിയിച്ചത്, വിശ്വേട്ടനല്ലേ? എന്നിട്ട് നിങ്ങൾ ഓടിപ്പോകേണ്ട കാര്യം എന്താണ്? ആരെങ്കിലും ഒരാളെ വിളിച്ചറിയിച്ചാൽ പോരെ നന്ദിനി? ഇതിനെല്ലാറ്റിനും കാരണം അവളാണ്, ആ വേദ, ഒളിച്ചോടിപ്പോയ ആ വേദ എന്ന് നന്ദിനി ഇങ്ങനെ പറയുകയാണ്. ഒളിച്ചോടിപ്പോയ വേദയോ? അതെ, ആരും അറിയാതെ മാറി താമസിക്കുന്നതിന് പിന്നെ ഒളിച്ചോടി പോവാന്ന് തന്നെയല്ലേ പറയാ? അതെ, പക്ഷെ നീ പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ടല്ലോ. അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇനി ദേ അവളിപ്പോൾ വരുമ്പോൾ അവളുടെ കൂടെ ഒരു ഭർത്താവ് ഒരു കുഞ്ഞുണ്ടെങ്കിലോ? ദേ അനാവശ്യം പറയരുത് കേട്ടോ. എന്താ ഞാൻ അനാവശ്യം ഒന്നല്ല പറഞ്ഞത്, കാര്യം തന്നെയാണ് പറഞ്ഞത്. നീ കാര്യം പറയല്. ദേ അത് കേൾക്കുമ്പോൾ വിനായകന് നല്ല ദേഷ്യം വരികയാണ്. ദേ എന്തായാലും നീ എൻ്റെ കൂടെ തൽക്കാലം ഇപ്പം നടക്ക് എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ വിനായകൻ നേരെ വിശ്വത്തിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, എന്താ അമ്മയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ വരാൻ കാരണം? അറിയില്ല, വിഷമങ്ങൾ അമ്മയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇത് കേൾക്കുമ്പോൾ നന്ദിനി പറയും, ഇതിനിപ്പോൾ എന്തിനാ അമ്മ ഇത്രമാത്രം വിഷമിക്കുന്നത്? ഇതിനേക്കാളും ചെറുപ്പത്തിലും വിക്രം ജയിലിൽ കിടന്നിട്ടുള്ളതല്ലേ, ഇപ്പോൾ പിന്നെ എന്താ ഒരു പ്രത്യേകത? അത് കേൾക്കുമ്പോൾ വിശ്വം പറയും, ദേ നന്ദിനി, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അപ്പോൾ നന്ദിനി പറയാണ്, ഞാൻ പറയും, ഞാൻ പുറമെ ഒന്ന് വെച്ചിട്ട് ഉള്ളിൽ വേറൊന്ന് കാണിച്ച് നടക്കുന്നവളല്ല. ഞാൻ ഉള്ളതുപോലെ പറയും. ഇതിനെല്ലാറ്റിനും കാരണം ആ വേദ ഒരൊറ്റ ഒരുത്തിയാ. അപ്പോൾ ശ്രീജ പറയും, ദേ നന്ദിനി, ഈ ഒരു അവസ്ഥയിലും വേദയെ കുറ്റപ്പെടുത്തണോ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയാണ്, ആ വീട് ജപ്തി ചെയ്തതിൻ്റെ അതിൻ്റെ ബാക്കിയൊരു ഓഹരി നിങ്ങൾക്കല്ലേ അച്ഛനും അമ്മയും കൂടുതൽ തന്നത്. ആ കിട്ടിയ ഓഹരിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് തുടങ്ങാൻ പറ്റി. അങ്ങനെയൊക്കെ നന്ദിനി ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കുകയാണ്. അത് കേൾക്കുമ്പം വിനായകം നന്ദിനിയെ ഒന്ന് നുള്ളിയിട്ട് പറയും, ദേ മിണ്ടാതിരുന്നോളണം, അച്ഛനിത് അപ്പുറത്തുണ്ട് എന്നൊക്കെ പറയും. മാഷാണെങ്കിലോ ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് സിസ്റ്റർ വന്നിട്ട് പറയും, മാഷ് അകത്തേക്ക് വിളിക്കുന്നുണ്ട് എന്ന്. അങ്ങനെ മാഷ് അകത്ത് കയറി കാണുകയാണ്. അങ്ങനെ ഡോക്ടർ മാഷെടുത്ത് പറയും, കുറച്ച് പ്രശ്നങ്ങളുണ്ട്, വെന്റിലേറ്ററിലേക്ക് മാറ്റണം, അതുകൊണ്ട് കൺസെൻറ്റ് ഒപ്പിട്ട് തരണം എന്ന് പറയുകയാണ്.
അങ്ങനെ മാഷ് സമ്മതിക്കും. മാഷ് പറയും എനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, അവളുടെ ജീവൻ തിരിച്ച് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഡോക്ടർ ചെയ്യാൻ പറയാണ് സിസ്റ്ററുടെ അടുത്ത്. പിന്നീട് കാണിക്കുന്നത് വേദ കിടക്കുന്ന ഹോസ്പിറ്റലാണ്. അങ്ങനെ വേദ ഇങ്ങനെ മയങ്ങിക്കിടക്കുന്ന സമയത്ത് തരുണിൻ്റെ അമ്മ വന്നിട്ട് ഇങ്ങനെ വേദയുടെ അടുത്ത് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ വേദ പെട്ടെന്ന് ഞെട്ടി ഉണരുമ്പോൾ ഓ അമ്മയോ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. വേദ അമ്മയോട് ചോദിക്കും, രാധിക എവിടെ? മോളെ അവൾ ലേബർ റൂമിലാണ്, അവൾക്ക് ഇന്നലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി, അങ്ങനെ അവിടേക്ക് മാറ്റിയതാണ്. മോൾ ഉറങ്ങുമായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ മോളെ വിളിക്കാതിരുന്നത്. മോളിവിടെ ഒറ്റയ്ക്കല്ലേ എന്ന് കരുതി ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. പിന്നെ മയങ്ങി കിടക്കുന്നത് കണ്ടപ്പം വിളിക്കാനും തോന്നിയില്ല. അപ്പോൾ വേദ പറയും, അമ്മ എനിക്കിവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നോളാം. എന്നിട്ട് ആ അമ്മ പറയും, പിന്നെ ലേബർ റൂമിൻ്റെ മുന്നിൽ കുറേ സമയം ഇങ്ങനെ പിടിച്ചു നിൽക്കാനും പറ്റുന്നില്ല. തരുണിൻ്റെ അവസ്ഥ കണ്ട് എനിക്ക് എത്ര എന്ന് വെച്ചിട്ടാണ് പിടിച്ചു നിൽക്കാൻ പറ്റുക. അവൻ ആ പോലീസ് യൂണിഫോം ഇടുമ്പോൾ മാത്രമേ ഉള്ളൂ അവൻ്റെ ധൈര്യമൊക്കെ. എനിക്കോ രാധികയ്ക്കോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ധൈര്യമൊക്കെ ചോർന്നു പോകും. രാധിക അനാഥാലയത്തിലായിരുന്നില്ലേ എന്ന് വേദ ചോദിക്കുമ്പോൾ അമ്മ ചോദിക്കും, മോളെങ്ങനെ അറിഞ്ഞു? അതെ, അവരിവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അതെ, ഒരു അപകടത്തിൽ ആ പെൺകുട്ടി മാത്രം രക്ഷപ്പെട്ടതായിരുന്നു. അങ്ങനെ ഒരു പെൺകുട്ടിയാണ് എൻ്റെ മകൻ വിവാഹം കഴിക്കുന്നത് എന്ന് കേട്ടപ്പോൾ എനിക്ക് അവനോട് അഭിമാനമാണ് തോന്നിയത്. പിന്നെ രാധിക മോള് വന്നതിന് ശേഷം ഞങ്ങളുടെ വീട് ഒരു സ്വർഗം പോലുള്ളൊരു വീടായിരുന്നു. ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയോ രാധിക മോൾക്ക്. പിന്നെ ഡോക്ടർ ചോദിച്ചതായിരുന്നു ആൺകുഞ്ഞോ പെൺകുഞ്ഞോ എന്താണെന്ന് അറിയാൻ പറ്റുമെന്ന്. പക്ഷേ തരുണാണ് പറഞ്ഞത് ഇപ്പോൾ അത് അറിയണ്ട, അത് ജനിക്കുമ്പോൾ അറിഞ്ഞാൽ മതി എന്ന്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കോള് വരികയാണ്, ലേബർ റൂമിൻ്റെ അടുത്തേക്ക് വേഗം വരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അമ്മ കട്ട് ചെയ്തതിന് ശേഷം പറയും, മോളെ രാധികയ്ക്ക് കുറച്ച് കൂടുതലാണ്, അമ്മ അവിടേക്ക് പോട്ടെ എന്നും പറഞ്ഞിട്ട് വേദയുടെ അടുത്ത് നിന്ന് അവിടേക്ക് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ജയിലാണ്. അവിടെ പോലീസുകാരൻ്റെ അടുത്ത് വന്നിട്ട് സൂപ്രണ്ട് പറയുന്നുണ്ട്, വിക്രത്തിന് സാറിനെ കാണണം എന്ന് പറയുന്നു. പറ്റില്ല എന്ന് പറയട്ടെ? എന്തിനാ പറ്റില്ല എന്ന് പറയുന്നത്? അവനോട് വരാൻ പറയൂ. അങ്ങനെ വിക്രം വരികയാണ്. അപ്പം സാറ് ചോദിക്കും, എന്താ വിക്രം, എന്തു പറ്റി? സാറ് എനിക്ക് വേണ്ടിയിട്ടൊരു ഉപകാരം ചെയ്യുമോ? എന്താ? സാർ എൻ്റെ വീട്ടിൽ ഒന്ന് അന്വേഷിക്കുമോ? എന്താ കാര്യം? എന്താ ഇപ്പോൾ വിശേഷിച്ച്? അല്ല, അമ്മയ്ക്ക് എന്നും ഞാൻ സങ്കടങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പം എന്തോ ഒരു വല്ലാത്ത വിഷമം പോലെ. എടോ, അതിന് വീട്ടിലേക്ക് വിളിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അതിന് ഞാൻ 2 ഫോണിലും വിളിച്ചു നോക്കി, രണ്ടും കിട്ടുന്നില്ല. അച്ഛൻ്റെ ഫോണിലാണെങ്കിലോ സ്വിച്ച്ഡ് ഓഫ്, വിശ്വേട്ടൻ്റെ ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ റിങ് ചെയ്യുന്നുണ്ട്, കോൾ എടുക്കുന്നില്ല. ടെൻഷൻ അടിക്കേണ്ട, അവരെന്തെങ്കിലും തിരക്കിലായിരിക്കും. എന്തായാലും ഞാൻ അന്വേഷിക്കാം, അന്വേഷിച്ചിട്ട് വിവരങ്ങളൊക്കെ അപ്പോൾ തന്നെ അറിയിക്കാം. ശരി എന്ന് പറയാണ് കേട്ടോ വിക്രത്തിൻ്റെ അടുത്ത്. പിന്നെ കാണിക്കുന്നത് തരുണിനോടും അമ്മയോടും ഡോക്ടർ റൂമിലേക്ക് വരാൻ പറയാണ്, ലാബ് റൂമിൻ്റെ മുന്നിൽ നിന്ന്. അങ്ങനെ റൂമിലെത്തിയതിന് ശേഷം ഡോക്ടർ അവരുടെ അടുത്ത് പറയാണ്, രാധികയുടെ കാര്യം കുറച്ച് പ്രശ്നമാണ്, നിങ്ങൾ ഉടനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. കുഞ്ഞ് അല്ലെങ്കിൽ രാധിക, രണ്ടിൽ ആരെങ്കിലും ഒരു പേരെ മാത്രമേ രക്ഷിക്കാൻ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പറ്റുള്ളൂ. വേറെ ഒന്നും തൽക്കാലം ചെയ്യാൻ പറ്റില്ല, ആരെങ്കിലും ഒരാളെ രക്ഷപ്പെടുത്താനേ പറ്റുള്ളൂ എന്നൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ തരുൺ ആകെ സങ്കടപ്പെടുകയാണ്. അത് കാണുമ്പോൾ തരുണിൻ്റെ അമ്മയും ചോദിക്കും, വേറെ ഒരു മാർഗ്ഗവും ഇല്ലേ ഡോക്ടറെ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഇല്ല, എനിക്ക് എൻ്റെ മാക്സിമം ഞാൻ ശ്രമിച്ചു. അന്നേരം തരുൺ പറയാണ്, അവൾ ജീവിക്കുന്നത് തന്നെ ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്, പക്ഷേ എനിക്ക് അവളെ ജീവനോടെ വേണം ഡോക്ടറെ, എനിക്ക് അവളെ വേണം, അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞ് തരുൺ ഇങ്ങനെ പൊട്ടിക്കരയാണ്. അങ്ങനെ തരുൺ ഇങ്ങനെ സങ്കടപ്പെടുന്നത് കാണുമ്പോൾ ഡോക്ടർക്കും ആകെ വിഷമാവാണ്. എന്നിട്ട് ഡോക്ടർ പറയും, നമുക്ക് ഉടനെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അന്നേരം തരുൺ വീണ്ടും പറയും, എനിക്ക് അവളെ വേണം ഡോക്ടറെ, അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് തരുൺ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് അമ്മയുടെ തോളത്ത് കിടന്ന് ഇങ്ങനെ കരയാണ് കേട്ടോ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അരുണ സിസ്റ്റർ വേദയുടെ അടുത്ത് ഇങ്ങനെ പറയും, ആ കൊച്ചിന് കുറച്ച് പ്രശ്നമാണ്, ഇന്നലെ ഹെവി ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായി, ഇന്നും പ്രശ്നത്തിൽ തന്നെയാണ്, അങ്ങനെയാണോ എന്നൊക്കെ വേദ ചോദിക്കുകയാണ്. പറയും, അവരുടെ അവസ്ഥ കണ്ടിട്ട് ആകെ തരുണാണെങ്കിലും ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അന്നേരം വേദ പറയും, അയ്യോ എനിക്ക് അവരെ ഇപ്പോൾ പോയി കാണണം, എനിക്ക് അവരെ കണ്ടേ പറ്റൂ. അപ്പോൾ സിസ്റ്റർ ചോദിക്കും, ഈ ഒരു അവസ്ഥയിൽ തന്നെ വേണം സിസ്റ്ററെ? ആ വേണം സിസ്റ്ററെ, ഞാനിവിടെ ഇങ്ങനെ ആരും ഇല്ലാതെ കിടക്കുന്ന സമയത്ത് ആ അമ്മയാണ് എൻ്റെ സ്വന്തം മകളെ പോലെ എന്നെ നോക്കിയത്. ഇപ്പോഴും ആ ലേബർ റൂമിൽ കിടക്കുന്ന സമയത്തും അവർ എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് പോയതേ ഉള്ളൂ.
എനിക്ക് അവരെന്തായാലും കാണണമെന്ന് പറഞ്ഞ് വേദ ഷാളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ വേദ ഇങ്ങനെ വരാന്തയിലൂടെ നടക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ ഗുണ്ടകൾ വേദയെ അന്വേഷിച്ച് മറ്റൊരു വഴിയിലൂടെ ഇങ്ങനെ വരുന്നതും കാണിക്കുന്നുണ്ട്. വേദയാണെങ്കിലും അവർ വരുന്നത് ഇങ്ങനെ കാണുന്നുണ്ട്. ഇത്രയാണ് 6ാമത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഇനി 7ാമത്തെ എപ്പിസോഡ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.